ദൈവമേ, എന്ത് പറയാനാണ്. നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു ശവസംസ്കാരത്തിന് കടന്നു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ദൈവമേ അവിടെ ചെന്നാൽ മക്കളെയും മരുമക്കളെയൊക്കെ എങ്ങനെ ആശ്വസിപ്പിക്കുക, കഷ്ടമായിപ്പോയി എന്നുള്ള നിറഞ്ഞ വിഷമത്തോടെയാണ് നമ്മളങ്ങോട്ട് കയറി ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ കാണാം ആ പ്രായമായ അമ്മച്ചി മാത്രം ആ കസേര ഇരിപ്പുണ്ട്, അവിടെ ഒന്നും ആരുമില്ല. ദൈവമേ, മക്കളൊക്കെ ബോധം കെട്ടൊക്കെ കിടക്കുവാണെന്ന് തോന്നുന്നു. അവിടെ ഒന്നും ആരുമില്ല, പാവം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ് അമ്മച്ചി അവരൊക്കെ എന്തിയേ എന്ന് ചോദിക്കുമ്പോൾ പറയും, മോളെ അവർക്കൊക്കെ നാളെ ഫ്യൂണറലിടാൻ ഒരുപോലത്തെ ഡ്രസ്സില്ല, അതിനകത്ത് തയ്പ്പിക്കാൻ കൊടുക്കാൻ പോയേക്കുവന്ന് എല്ലാവരും കൂടി. ദുബായിൽ നിന്ന് ഇന്നലെ വന്നവരും മരണമറിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയവരും ബോംബെയിൽ നിന്ന് എത്തിയവരും എന്തിന് കേരളത്തിൽ നിന്നുള്ളവരും എല്ലാവരും കൂടെ ഓടിപ്പോയേക്കുവാ ഒരുപോലത്തെ ഡ്രസ്സ് മേടിക്കാൻ. എന്തു പറയാൻ. പക്ഷെ ഞാൻ ഈ ഒരു കാര്യം ഞാൻ അന്നേരം ചിന്തിക്കാറുണ്ട്, ഒരു മക്കൾ മരിക്കുമ്പം പേരൻസ് പോകുന്ന കണ്ടിട്ടില്ല. നാളെ നമ്മുടെ മോൻ്റെ അല്ലെ മോളുടെ ഫ്യൂണറലല്ലേ, നമുക്ക് പോയി എവിടെന്നെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞ് ഒരുപോലത്തെ ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞാൽ അവർ പോകുന്ന ഇതുവരെ കണ്ടിട്ടില്ല. അതെന്നാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മുടെ ഈ പുതിയ ജനറേഷനെ അവർ സ്ട്രോങ് ആയതാണോ അതോ അവർ ബന്ധങ്ങൾക്ക് ഇത്രയും വിലയെ കൽപ്പിക്കുന്നുള്ളൂ എനിക്കറിയത്തില്ല. അത്ഭുതം തോന്നിയിട്ടാണ് ഈ പറയുന്നത്. സത്യം അത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പൊങ്കാല ഇടണ്ട, എനിക്ക് തോന്നിയ ഒരു അത്ഭുതം തോന്നിയ ഒരു കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പേരൻസ് മരിക്കുമ്പോൾ അന്ന് വരെ നമുക്ക് എല്ലാം വെച്ച് വിളമ്പി നമ്മുടെ അടുക്ക തന്നിട്ടുള്ളവർ, നമ്മളൊരു 5 മിനിറ്റ് നേരം നമ്മളെ കണ്ടില്ല, ഈ കുഞ്ഞ് നീ എവിടെയെന്ന് ആവലാതിയോടെ ഫോൺ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നവർ, 2 മിനിറ്റ് നമ്മൾ മിണ്ടിയില്ലേ മോനെ എന്നാ നിനക്ക് വിഷമം, നീ എന്നാ മിണ്ടാതിരിക്കുന്നതെന്ന് നമ്മളെ പുറകെ നടന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ളവർ, അവരുടെ പല കാര്യങ്ങളും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുള്ളവർ, അവരൊക്കെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടെന്നുള്ള നഗ്ന സത്യത്തിന് മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡ്രസ്സ് മേടിക്കാൻ പോകാൻ തോന്നുക എന്നുള്ള അത്ഭുതം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ കേട്ടോ. അല്ലാതെ തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളൊക്കെ ഈ ജീവിതത്തിൽ ഈ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അന്നൊന്നും നമുക്കൊന്നും എണീറ്റിരിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇന്നത്തെ ജനറേഷൻ സ്ട്രോങ് ആയതാണോ ആണോ എനിക്കറിയത്തില്ല. എന്തായാലും നടക്കട്ടെ അല്ലേ.